ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. വെജിറ്റബിൾ പാസ്തയാണ് കേട്ടോ. വെജിറ്റബിൾ ഷബാനക്ക് സ്പിനാച്ച് പാസ്തയാണ്. അതിലേക്ക് ഞാൻ മഷ്റൂം, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് നമുക്ക് കുക്കിംഗ് ക്രീം വേണം, കുറച്ച് ക്ലാസ് ചീസ് വേണം. പാസ്ത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഒന്ന് പ്രത്യേകിച്ച് പുഴുങ്ങിയെടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കുക. പിന്നെ പാസ്ത പുഴുങ്ങാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും ഓയിലിടുക. ഓയിലിടുന്ന വെച്ചാൽ അത് ചിലപ്പോൾ നമ്മളിടുന്ന പാസ്ത ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയായിട്ട് കിട്ടും. അപ്പോൾ അത് പ്രത്യേകിച്ച് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്രൈ പാൻ വെച്ച് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഫ്രൈ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഒന്ന് വാട്ടുക. സവാളയും വെളുത്തുള്ളിയും കൂടെ വാട്ടിയതിന് ശേഷം നമുക്കതിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ മഷ്റൂം അതിൻ്റെ കൂടെ ഇടാം. ഞാൻ സ്ലൈസായിട്ട് മഷ്റൂം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിൽ കൂടെ ഇട്ട് വാട്ടുക കേട്ടോ. പിന്നെ നമ്മൾ അതിൽ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ ചീര, അതായത് സ്പിനാച്ച്, ഷബാനക്ക് എന്ന് പറയും അറബിയിൽ, അതും കൂടെ ഒന്ന് മിക്സ് ആക്കുക. നല്ല ഹെൽത്തിയാണ് കേട്ടോ. പച്ചച്ചീര നാട്ടിലുണ്ടല്ലോ. പിന്നെ കുറച്ച് മാഗി ക്യൂബ്സ് ഇടുക. പിന്നെ അതിൽ കുറച്ച് അറബി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇതൊക്കെ മസാലയൊക്കെ ഒന്ന് നല്ല പിടിക്കണം, അത് കണക്കാക്കി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിക്കുക. കുറച്ച് ക്ലാസ് ചീസ്, ഇതെല്ലാം കൂടെ അതിൽ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ക്ലിക്കായി വരണം കേട്ടോ. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. വെജിറ്റബിളാണ്. വൈകിട്ടൊക്കെ ഇത് റെഡിയാക്കി കഴിച്ചാൽ സൂപ്പറാണ്. നമ്മളിപ്പോൾ ഈ ഐറ്റംസൊക്കെ നാട്ടിലുണ്ടല്ലോ. പാകത്തിന് നിങ്ങൾക്ക് ഉപ്പിടാം. നേരത്തെ ഞാൻ മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്, അത് ഉപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമ്മൾ പുഴുങ്ങി വെച്ച വെജിറ്റബിൾ അതിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി ക്ലിക്കാക്കുക. അപ്പോൾ നമ്മളെ മസാല ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഫ്രൈ പാനും നമുക്ക് അത് നിരത്താനുള്ള ഒരു ഫാരക്സ് എടുക്കുക. അതിലോട്ട് നമുക്ക് ഈ പുഴുങ്ങി വെച്ച പാസ്ത നിരത്തുക, നൂഡിൽസ് പാസ്ത. എന്നിട്ട് നമുക്കതിൽ റെഡിയാക്കിയ മസാല ഓൾറെഡി നിരത്തി വയ്ക്കുക. നൂഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സേമിയല്ലേ, അത് തന്നെ. ഇവിടെ നൂഡിൽസ് പാസ്ത എന്ന് പറയും. എന്നിട്ട് നമുക്ക് നേരെ ചീസ് ക്രീം ഉണ്ടാക്കണം കേട്ടോ. കുക്കിംഗ് ക്രീമും ക്ലാസ് ചീസും പ്രത്യേകിച്ച് ചൂടാക്കി ഒന്ന് ക്രീമാക്കണം. ഒന്ന് ചൂടാക്കി ക്രീമാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് ചീസൊക്കെ വെച്ച് ഓവനിൽ വെച്ചെടുക്കാനാണ് കേട്ടോ. കുറച്ച് മൊസറല്ല ചീസ്, കുറച്ച് ചന്താർ ചീസ്, ഇതൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ച് നിരത്തിയതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്ത എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓവനിൽ വെച്ച് ചോപ്പിച്ച് കിട്ടണം. അപ്പോൾ നേരെ ഓവനിലോട്ട് പോവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വൈകിട്ടത്തെ സ്പെഷ്യലാണ്. അറബി സ്റ്റൈൽ പാസ്ത വെജിറ്റബിളാണ് ചീര, അതായത് നമ്മുടെ അറബി ഷബാനക്ക് പാസ്ത എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.